ഹായ് ഹലോ നമസ്തേ നമസ്കാരം. ഇന്നും ഛത്തീസ്ഗഡിലെ വിശേഷങ്ങളാണ്. ഇന്ന് നമ്മൾ ഛത്തീസ്ഗഡിൽ ഒരു പപ്പായ പറിക്കാൻ പോകുന്ന വിശേഷമാണ്. ദേ അങ്ങ് നോക്കി ആ കാണുന്ന പപ്പായ മരത്തിൽ നിന്ന് പപ്പായ എടുക്കാൻ പോകുന്ന വിശേഷമാണ് ഇന്നത്തെ. ഇവിടെ ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള കുറ്റിക്കാട്ടിലൂടെയൊക്കെ വേണം നമ്മൾ നടന്നതേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ. പ്രോപ്പറായിട്ടുള്ള ഒരു വഴിയൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് കുറ്റിക്കാടുകളും മുള്ളുകളുമാണ്. അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും കുഴിയാണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ എന്ന രീതിയിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുന്നിൽ കണ്ട കാടുകളെല്ലാം വകഞ്ഞു മാറ്റി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കണ്ടോ, ഫുള്ള് മുള്ളുകളും കുറ്റിക്കാടുകളുമാണ്. അങ്ങനെ നടന്ന് നമ്മുടെ പപ്പായ മരത്തിനടുത്ത് എത്തി. ഫ്രണ്ടിൽ പോയ രണ്ടുപേരും പപ്പായ മരത്തിൻ്റെ ചുവട്ടിലെത്തി. അതെങ്ങനെ എടുക്കാം എന്ന ചർച്ചയിലാണ്. ഞാനൂടെ അങ്ങോട്ട് ചെന്ന് അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഉലുത്തി താഴെ ഇടാം എന്ന തീരുമാനത്തിലെത്തി. നേരെ മുകളിലോട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇലകളെല്ലാം പോയി പന്നലായി നിൽക്കുന്ന ഒരു പപ്പായ മരമാണ് അത്. എനിക്ക് തോന്നുന്നു വെയിൽ കൊണ്ടൊക്കെ ആയിരിക്കാം, എല്ലാം വാടിപ്പഴുത്തൊക്കെ നിൽക്കുകയാണ്. അതിൻ്റെ മണ്ടയെല്ലാം പോയി നശിച്ചിരിക്കുന്ന ഒരു പപ്പായ മരമാണ്. പോയതാണ് ആ മരം, പന്നലായതാണ്. കുറേ പപ്പായ ഉണ്ടായിരുന്നു. ഒറ്റുള്ളത്തിന് എല്ലാം കൂടെ താഴെ വീണു. അതെല്ലാം ശേഖരിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു.